നിങ്ങളൊരു പുതിയ കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പാരമ്പര്യമായി മാനുവൽ സ്നേഹികളായ വണ്ടിഭ്രാന്തന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഞാൻ ആദ്യമേ പറയട്ടെ. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കാറ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാറ് മേടിക്കുന്നതിന് 300 രൂപ ചിലവേ ഉള്ളൂ. അത് നമുക്ക് എളുപ്പമാണ്. 300 രൂപ നമ്മൾ കൊടുക്കുക, അടുത്തൊരു കാറ് മേടിക്കുക. പക്ഷേ നമ്മൾ ആശിച്ച് മോഹിച്ച് ഒരു കാറ് മേടിച്ചെന്ന് വിചാരിക്കുക. പക്ഷേ അത് നമുക്ക് മാറ്റി മേടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലരും മിക്കവരും EMI ഇട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ ആദ്യമേ അടയ്ക്കുക. നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഉള്ള റേറ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളത് ഉപേക്ഷിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞു വണ്ടിഭ്രാന്തനായ എന്നോട് എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഓഫീസിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ആ സർക്കിളിലുള്ള ആൾക്കാരൊക്കെ പുതിയ വണ്ടി മേടിക്കുമ്പോൾ സജഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കവരോടും പറയുന്നത് ഓട്ടോമാറ്റിക് എടുക്കാനാണ്. ഓട്ടോമാറ്റിക് തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഈ ഓട്ടോമാറ്റിക് എടുക്കുമ്പം നമുക്കുള്ളൊരെന്ന് പറഞ്ഞാൽ കംഫർട്ട് നല്ലതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ പറയുക, ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. മാനുവലി ലേഡീസ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ എക്സ്പേർട്സ് അല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളോട് ചോദിക്കുന്നതിൽ ഒരു 50% ആൾക്കാരും ഓട്ടോമാറ്റിക് എടുക്കും. പിന്നെ ബാക്കി ഒരു 50% ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഓട്ടോമാറ്റിക്കിന് എന്തോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളൊരു മിഥ്യാധാരണ, പണ്ട് മുതലേ കേട്ടുവരുന്ന മിഥ്യാധാരണകൾ. അതായത് ഓട്ടോമാറ്റിക്കിന് മൈലേജ് കുറവാണ്, ഓട്ടോമാറ്റിക്കിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ഒരു വാശി പോലെ മാനുവൽ എടുക്കും. അപ്പോൾ ഈ മാനുവൽ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ഈ ഈ മാനുവൽ എടുക്കുന്നവരിലൊരു ബഹുഭൂരിപക്ഷം ആൾക്കാർ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്തിട്ടില്ലാത്തവരായിരിക്കും. അപ്പോൾ അവരോട് അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാലോ അവരങ്ങ് തള്ളിക്കളയും. അത് കഴിഞ്ഞിട്ട് ഇവരിത് വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇവരുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഇതിന് പോവും. ഒരു ഓട്ടോമാറ്റിക് വണ്ടിയിൽ ട്രാവൽ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഇവർക്കിത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കംഫർട്ടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് വണ്ടി മാറ്റണമെന്ന് തോന്നും. അതുമല്ല, നമ്മൾ പുതിയൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഓട്ടോമാറ്റിക് ആണോ എടുത്തത്. ഇപ്പോഴത്തെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഓട്ടോമാറ്റിക് ആണോ എടുത്തത് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യനും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ആകെ ഇതാവും, ഇവരുടെ ഡിസിഷൻ തെറ്റായി പോയെന്ന്. അപ്പോൾ ഇവരിത് മാറ്റാൻ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടത് സാധിക്കാതെ വരും. മിക്കവർക്കും മാറ്റുന്നവരും ഉണ്ട്. അപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ പുള്ളി ഒരു വാഗണാറായിരുന്നു എടുക്കാൻ പോയത്. ഞാനന്ന് പുള്ളിയോട് പറഞ്ഞു 60,000 റുപ്പീസേ ഉള്ളായിരുന്നു ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് എടുക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു അതിൻ്റെ കാര്യമില്ല, ഓട്ടോമാറ്റിക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് മാനുവൽ തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി മാനുവൽ എടുത്തു. ഞങ്ങൾ ഒരിക്കൽ ആലപ്പുഴ, മൂന്നാർ, കാന്തല്ലൂർ, പാലക്കാട്, ആലപ്പുഴ പോയിട്ട് വന്നു. അപ്പോഴത്തേക്ക് പുള്ളിയുടെ കാലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അന്ന് പുള്ളി എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ 60,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വണ്ടി ഒരിക്കലല്ല കൂടുതൽ മേടിക്കുന്നവരുണ്ട്. എന്നാലും നമ്മളൊരു 10-15 വർഷം മുന്നിൽ കണ്ടിട്ടാണ് മേടിക്കുന്നത്. ഒരു 5 വർഷം